നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികളിൽ മൾട്ടി ലാംഗ്വേജ് എക്സ്പോഷർ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. റിസർച്ചേഴ്സ് പറയുന്നുണ്ട് കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ മൾട്ടി ലാംഗ്വേജ് എക്സ്പോഷർ കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ലേണിംഗ് എളുപ്പമാവുകയും പിന്നീട് ഒരു ലേറ്റർ ലൈഫിൽ അവർ പുതിയ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എളുപ്പമാവുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ മൾട്ടി ലാംഗ്വേജ് കുട്ടികളുടെ എക്സ്പോഷർ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ കൊഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റിയും ക്രിറ്റിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. ഇനി ഈ മൾട്ടി ലാംഗ്വേജ് എക്സ്പോഷർ നമുക്ക് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം? ഒരു നാച്ചുറൽ ഡെയിലി റുട്ടീനിൽ നമുക്കത് കൊണ്ടുവരാമെന്നാണ്. ഒരു പാരൻറ്റ് നേറ്റീവ് ലാംഗ്വേജും മറ്റേ പാരൻറ്റ് വേറൊരു ലാംഗ്വേജും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അത് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലേ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ ബുക്സിൽ നമുക്ക് 2 ലാംഗ്വേജ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ കളിക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളിൽ 2 ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മൾ സിമ്പിൾ ആൻഡ് നാച്ചുറൽ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇനി ഡിലേ ഉള്ളൊരു കുട്ടി, നല്ലൊരു ഡിലേ ഉള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് ആദ്യത്തെ ഒരു ലാംഗ്വേജ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പതുക്കെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ മൾട്ടി ലാംഗ്വേജ് എക്സ്പോഷർ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസോ സ്പീച്ച് ഡിലേയോ ഒന്നും തന്നെ ഉണ്ടാവില്ല.